കല്ലറകളിൽ ഒളിപ്പിക്കപ്പെടുന്ന നിഗൂഢതകൾ. സെമിത്തേരി, കല്ലറ എന്നൊക്കെ കേൾക്കുന്നത് നമുക്കിപ്പോഴും ഭയമാണ്. ആ പേരിൽ തന്നെ വലിയ നിഗൂഢതയുണ്ട്. ഇക്കഴിഞ്ഞ ജൂൺ 13 നമുക്കറിയാം, വലിയൊരു കല്ലറ വിവാദം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് അതിന് ഏതാണ്ട് ഒരു ശമനവും ഉണ്ടായി. കണ്ണൂർ ജില്ലയിലെ വാണിയപ്പാറ ഇൻഫന്റ് ജീസസ് പള്ളിയിൽ അവിടുത്തെ 38ാം കല്ലറയിൽ മുൻപടക്കിയിരുന്ന 2 മൃതദേഹങ്ങളോടൊപ്പം ഒരു പായയിൽ പൊതിഞ്ഞ എന്തോ കണ്ടു എന്ന് പറഞ്ഞായിരുന്നു വലിയ വിവാദം. വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് സംയുക്തമായി പോലീസും ഫോറൻസിക് വിഭാഗവും ഒക്കെ നടത്തിയ പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നുമില്ല. അതിനു മുൻപ് അടക്കിയ ഒരു വൃദ്ധയായ ഒരു മാതാവിൻ്റെ ശവപ്പെട്ടിയോടൊപ്പം അടക്കം ചെയ്ത ഒരു പ്ലാസ്റ്റിക് പായയാണ്. അത് ദ്രവിക്കാതിരുന്നതാണ്. പുതിയൊരു മൃതദേഹം അടക്കുവാൻ ശ്രമിച്ചപ്പോൾ അത് കണ്ടതാണ്. മറ്റൊരു വിവാദത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഏതാണ്ട് ആശങ്കകൾക്ക് ഇന്നൊരു ശമനമായി. ആ വാർത്ത ചെയ്തപ്പോൾ ഞാൻ അവസാനമായി പറഞ്ഞിരുന്നു, ഈ കല്ലറുകളുമായി ബന്ധപ്പെട്ട യഥാർത്ഥ നിഗൂഢത ആരും ഇതിനെ ചർച്ച ചെയ്തിട്ടില്ല, അതിനാരും ശ്രമിച്ചിട്ടില്ല. കാരണം ആ പേരിൽ തന്നെ ഭയപ്പെടുത്തുന്ന ചില നിഗൂഢതകളുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇന്ന് ITV ന്യൂസ് പ്രേക്ഷകരുടെ മുൻപിൽ വെക്കാൻ ശ്രമിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഇവയാണ്. നമുക്കറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു റിയൽ എസ്റ്റേറ്റ് വ്യവസായം എന്ന് പറയുന്നതാണ് സെമിത്തേരി കച്ചവടം. 6 അടി മണ്ണിനു വേണ്ടി ലക്ഷങ്ങൾ വരെ കൊടുക്കുന്ന ആളുകളുണ്ട്. നമുക്കറിയാം, ഈ കൊച്ചു കേരളത്തിൽ തന്നെ ഒരു ചെറിയ സെമിത്തേരിക്ക്, അതായത് 6 അടി താഴ്ചയുള്ള 3 അടി വീതിയുള്ള ഒരു സെമിത്തേരിക്ക്, ഒരു സംസ്കാര കുഴിക്ക് 12.5 ലക്ഷം രൂപ വരെ ചാർജ് ചെയ്യുന്ന ഇടവകകളുണ്ട്, സെമിത്തേരികളുണ്ട്. ഇതിനർത്ഥം ഏറ്റവും ലാഭകരമായ ഒരു കച്ചവടമാണ് ഈ കല്ലറ കച്ചവടം. ക്രൈസ്തവ വിശ്വാസികൾക്കൊരു ധാരണയുണ്ട്, ക്രിസ്തുവിൻ്റെ 2ാം വരവിൽ രാജ്യത്വം പ്രാപിക്കുന്നതിനായി കൂദാശകൾ സ്വീകരിക്കപ്പെട്ട ഇത്തരത്തിലുള്ള കല്ലറകളിൽ അടക്കം ചെയ്യപ്പെടണം. പള്ളിപ്പറമ്പുകളിൽ ഇപ്രകാരം അടക്കം ചെയ്യപ്പെടുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിൻ്റെ 2ാം വരവിൽ ആ കാഹളനാദം കേൾക്കുമ്പോൾ ചാടിയണീറ്റ് ക്രിസ്തുവിനോടൊപ്പം ചേരാൻ പറ്റൂ എന്ന ആ വിശ്വാസത്തിൻ്റെ പിൻബലത്തിലാണ് ഈ സെമിത്തേരി കച്ചവടം ഇവിടെ തകൃതിയായി നടക്കുന്നത്. ഇപ്രകാരമുള്ള സെമിത്തേരികളെ കുറിച്ച് പറയുമ്പോൾ ഒരു സെമിത്തേരിയിൽ തന്നെ, പള്ളിപ്പറമ്പിലുള്ള ഒരു സെമിത്തേരിയിൽ തന്നെ വിവിധ കാറ്റഗറികൾ നമുക്ക് കാണാം. കാശുള്ളവൻ്റെ കൊട്ടാരം മാതൃകയിലുള്ള വലിയ കല്ലറകൾ, വലിയ പേരുകേട്ട കുടുംബക്കല്ലറകൾ, ഇതൊന്നുമില്ലാത്തവർക്കുള്ള പൊതു കല്ലറകൾ. കാരണം അവർക്ക് വലിയ സാമ്പത്തികമൊന്നുമില്ലെങ്കിൽ കല്ലറകൾ ഇങ്ങനെ അടുക്കിയിട്ടുണ്ടാകും. അതിൽ മരിക്കുന്ന മുറയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ള കല്ലറകൾ അവർക്ക് കൊടുക്കും. പിന്നെ ചില സ്ഥലങ്ങളിൽ സ്ഥലത്തിന് അവൈലബിലിറ്റി കുറവുള്ള സ്ഥലങ്ങളിൽ സെല്ലാറുകളുണ്ട്. ഓരോ സെല്ലുകളായി, ഓരോ സെല്ലിലും ഓരോ അറകളായി നമുക്ക് കാണാം. ആ സെല്ലിൽ കൊണ്ട് മൃതദേഹം വെക്കും. ഏതാനും മാസങ്ങൾ അല്ലെ വർഷങ്ങൾ കഴിയുമ്പോൾ അടുത്ത മൃതദേഹം വരുമ്പോൾ അത് തട്ടി ആ എല്ലും കഷ്ണമെല്ലാം താഴെ കുഴിയിലേക്ക് തട്ടിയിടും. ചിലപ്പോൾ പകുതി ഈ ജീർണിച്ച മൃതദേഹങ്ങളാവും, അതെല്ലാം കൂടെ തട്ടി കുഴിയിലേക്കിടും. എന്നിട്ട് അടുത്ത മൃതദേഹം വെക്കും. അങ്ങനെ വലിയ ലാഭകരമായ ഒരു കച്ചവടമാണിത്. പള്ളിപ്പറമ്പിലാണല്ലോ കൂദാശകളൊക്കെ ഏറ്റ് ആശീർവദിച്ച് വിട്ടേക്കുന്ന ആ മൃതദേഹം സ്വർഗത്തിൽ പോകുമെന്നാണ് ഞങ്ങൾ മുണ്ണക്കുഞ്ഞുങ്ങളുടെ ഒരു ശരാശരി ധാരണ. അങ്ങനെ ഈ സെല്ലാറുകൾ കൂടാതെ പണ്ടൊക്കെ പള്ളികളിൽ തെമ്മാടി കുഴികൾ എന്ന് പറയുന്ന ഒരു കുഴിയും ഉണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്യുന്ന അല്ലെ പെടുമരണം പ്രാപിക്കുന്നവരെയൊക്കെ ഇപ്രകാരമുള്ള ഈ തെമ്മാടി കുഴികളിലായിരുന്നു അടക്കം ചെയ്യുന്നത്. അവിടേക്ക് വൈദികൻ പോവുകയോ പ്രാർത്ഥിക്കുകയോ പോകുമില്ല. ഇത്തരം ആത്മഹത്യ ചെയ്യുന്ന പെടുമരണങ്ങൾ അവിടെ കൊണ്ട് കുഴിച്ചിട്ടിട്ട് പോവുകയാണ് പതിവ്. ഇങ്ങനെ ഈ ഡിസ്ക്രിമിനേഷൻ എന്തിൻ്റെ കാര്യത്തിൽ, പണത്തിൻ്റെ കാര്യത്തിലും സാഹചര്യങ്ങളുടെ കാര്യത്തിലും അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻ ഈ കല്ലറകളിൽ പോലും നമുക്ക് കാണാം. എന്നാൽ അതുകൊണ്ട് യഥാർത്ഥത്തിൽ നാം ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് ഈ കല്ലറകളെ ചുറ്റിപ്പറ്റിയുള്ള ഇത്തരം നിഗൂഢതകൾ, തട്ടിപ്പുകൾ, ചൂഷണങ്ങൾ. അതുകൊണ്ട് നാം പ്രത്യേകം ഓർക്കേണ്ടുന്നത്, കൂദാശകൾ നടത്തി പള്ളികളിൽ മാത്രമേ സംസ്കരിക്കാവൂ, ഒരു ക്രൈസ്തവൻ മരിച്ചാൽ പള്ളിപ്പറമ്പിൽ മാത്രമേ അടക്കം ചെയ്യാവൂ, അതും കൂദാശകൾ നൽകി 6 അടി മണ്ണിൽ കൂദാശകൾ നൽകി അടക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന ആ സ്ഥാനത്ത് കോവിഡ് വന്നപ്പോൾ നമ്മൾ കണ്ടു, ഉറ്റവരോ ഉടയവരോ ഇല്ലാതെ ചാക്കൽ കെട്ടി കൂച്ചിക്കെട്ടിക്കൊണ്ട് അകന്നു നിന്ന് ഭയപ്പാടോടെ കൊണ്ട് മൃതദേഹം കത്തിച്ച് കളയുന്ന ഒരു സാഹചര്യം നാം കണ്ടു. ആ സാഹചര്യത്തിൽ പള്ളിക്കാരനോ പാതിരി പാമ്പുകൾക്കോ എത്ര വലിയ തുക കൈമുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞാലും കോവിഡ് ബാധിച്ച് മരിച്ച ഒരു രോഗിയുടെ ഒരു മൃതദേഹത്തിൽ ഒരു കൂദാശ നടത്തുവാൻ, അയാൾക്ക് അന്ത്യകർമ്മങ്ങൾ നടത്തുവാൻ ഒരൊറ്റ പാതിരിയോ ഒരു ബിഷപ്പോ ഒരു പാസ്റ്ററോ തയ്യാറായിരുന്നില്ല. എല്ലാവരും ഭയപ്പെട്ട് മാറി നിന്നു. അത്തരം സാഹചര്യങ്ങളിൽ
കോവിഡ് ബാധിച്ച് മരിച്ച ആളുകളുടെ മൃതദേഹം കത്തിച്ചു കളയണം എന്ന ഒരു നിർദ്ദേശമുണ്ടായിരുന്നതിനാൽ പലരും മിണ്ടിയില്ല. അതിനെ എതിർത്താൽ കച്ചവടം തന്നെ പൂട്ടിക്കിട്ടുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു ഇളവ് വരുത്തി മൃതദേഹം ചാമ്പലാക്കാം, ആ ചാമ്പൽ കൊണ്ട് ഒരു പെട്ടിയിൽ അല്ലെങ്കിൽ ഒരു കലത്തിൽ പള്ളി സെമിത്തേരിയിൽ കൊണ്ട് അടക്കം ചെയ്താൽ മതിയാവും. എന്നാലും പള്ളിപ്പറമ്പിൽ തന്നെ കാര്യം സാധിക്കണം. എങ്കിൽ മാത്രമേ ഒരു ഇൻവിസിബിൾ ഒരു അമ്പലിക്കോടാണിത്. അതായത് ഒരാൾ മരിച്ചാൽ പോലും ആ പള്ളിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കരുത് എന്ന ഒരു കച്ചവട താല്പര്യമാണ് ഇതിന്റെ പിന്നിലുള്ളത്. കാരണം അപ്രകാരം മാതാപിതാക്കളുടെയോ ഉറ്റവരുടെയോ ഒരു മൃതദേഹം ഒരു പള്ളിയിൽ സംസ്കരിച്ചു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ മുടക്കി ആ കല്ലറ മേടിക്കും. ആ ശവസംസ്കാര ശുശ്രൂഷയിൽ നിന്നുള്ള ഒരു വരുമാനമുണ്ട്. അത് മാത്രമല്ല എല്ലാ വർഷവും ഓർമ്മ കുർബാന എന്ന കാറ്റഗറിയിൽ എല്ലാ വർഷവും എല്ലാവരും ഒന്നിച്ചുകൂടും. അവർ പള്ളിയിൽ നേർച്ചയിടും, ഒരു വലിയ സദ്യ നടത്തും. ആ ഓർമ്മ കുർബാനയ്ക്ക് എത്തുന്ന പാതിരിക്കും അതുമായി ബന്ധപ്പെട്ട അനുസാരികൾക്കും കിട്ടും ജോർജ് കുട്ടി. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു കച്ചവടമാണ്. എന്നാൽ ഈ സെമിത്തേരികളെ ചുറ്റിപ്പറ്റി ധാരാളം ചൂഷണങ്ങളും തട്ടിപ്പുകളും തെമ്മാടിത്തരങ്ങളും നടത്തുന്നുണ്ട് എന്ന കാര്യം നാം മനസ്സിലാക്കണം. ഈ അഭയ കേസ് വന്നപ്പോൾ, അതല്ലെങ്കിൽ റോബിൻ കേസ് വന്നപ്പോൾ, ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഈ കൊലപാതക കേസുകളും വന്നപ്പോൾ ഈ പാതിരിപ്പാമ്പുകൾ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് എന്ന ഒരു ബോധ്യം ഇപ്പോൾ ജനങ്ങൾക്കുണ്ട്. അന്നേരം ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള പാതിരികളും ബിഷപ്പുമാരും ഉള്ള ഈ നാട്ടിൽ ഈ സെമിത്തേരികൾ എന്ന് പറയുന്നത് ഇവരുടെ കുത്തകയാണ്. ഒരു സെമിത്തേരിയിലേക്ക് ശരാശരി നമുക്കറിയാം ആരും പോവില്ല, അല്ലേ? സാധാരണ ഒരു മനുഷ്യന് മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ഭയമാണ്. അതുകൊണ്ട് തന്നെ ഒരു സെമിത്തേരിയിലേക്ക് പോകുന്നത് പോലും അവർക്ക് പേടിയാണ്. അന്നേരം അതുകൊണ്ട് തന്നെ ഈ പാതിരിപ്പാമ്പുകൾ, ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഈ ആഭാസന്മാർ ഇവരുടെ തരികടകൾക്കുള്ള ഏറ്റവും പറ്റിയ താവളമായി കരുതുന്നത് ഈ സെമിത്തേരികളാണ്. നമുക്കറിയാം, നാട്ടിൻപുറങ്ങളിൽ ഒരു ഭാഷയുണ്ട്. ആന പോകുന്ന വഴിയെ നമ്മൾ ആനത്താരെന്ന് പറയും. അതുപോലെ പന്നി പോകുന്ന വഴിയെ പന്നിത്താരെന്ന് പറയും. അതുപോലെ പാതിരിത്താര് എന്നൊരു വഴിയുണ്ട്. പ്രത്യേകിച്ച് കോട്ടയം ഭാഗത്തുള്ള, ഞാനിത് പറയുമ്പോൾ ചില ഇടവക്കാർക്ക് ഈ കാര്യം മനസ്സിലാവും. പാതിരിത്താര്, പാതിരാത്രിയിൽ പാതിരി മഠം ലക്ഷ്യമാക്കി പോകുന്ന സ്ഥിരം റൂട്ട് ആണെന്നാണ് ഇതിന് അർത്ഥം. അങ്ങനെ അവർ മാത്രമേ ഈ രാജ്യത്തിലോട് പോകും. കാരണം ഇതിനിടയ്ക്ക് സെമിത്തേരി ഉണ്ട്. അന്നേരം ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തുവാൻ സെമിത്തേരി ഉപയോഗിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. ഇത് കണ്ട ദൃക്സാക്ഷികളുണ്ട്. ആ ദൃക്സാക്ഷികളുടെ അനുഭവം ITV ന്യൂസിലൂടെ ഞങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. ചില കാര്യങ്ങൾ നമുക്ക് പബ്ലിഷ് ചെയ്യുവാൻ മാർഗമില്ലാത്തതിനാൽ അത്തരത്തിലുള്ള നിരവധി ആളുകൾ കണ്ട കാഴ്ചകൾ ഞങ്ങളുടെ കൈവശവുമുണ്ട്. അന്നേരം അതുകൊണ്ട് തന്നെ ഇത്തരം ഈ സെമിത്തേരികളെ ഇത്തരത്തിലുള്ള അസന്മാർഗിക അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തും ഒളിപ്പിക്കുവാൻ പറ്റിയ ഒരിടമാണ് സെമിത്തേരികൾ. നമുക്കറിയാം, സെമിത്തേരിയിൽ മൃതദേഹം ഉള്ളതായിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ, ഈ അല്ലാത്ത സംസ്കരിക്കാത്ത ഈ കല്ലറകൾ, അതല്ലെങ്കിൽ പൊതു കല്ലറകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടാവും. അത് പ്രോപ്പറായി കോൺക്രീറ്റ് ഒന്നും കാണത്തില്ല, സാബ് മാത്രമേ ഉള്ളൂ. അന്നേരം ഇത്തരം ഈ കല്ലറകളിൽ എന്തും കൊണ്ട് ഒളിപ്പിക്കാം. മദ്യമായിക്കോട്ടെ, മയക്കുമരുന്നായിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരുത്തനെ തല്ലിക്കൊന്നുകൊണ്ട് കുഴിച്ചിട്ടു ആ കല്ലറയിൽ ഒരു 3-4 അടി താഴ്ചയിൽ കുഴിച്ചിട്ട് ആ സ്ലാബൂടെ പെറുക്കി വെച്ചാൽ ആരും ശ്രദ്ധിക്കത്തില്ല. ചിലപ്പോൾ ആ കല്ലറകളിൽ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അടുത്ത ഒരു മൃതദേഹം സംസ്കരിക്കുവാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു കല്ലറ വീണ്ടും താഴേക്ക് മാന്തി നോക്കുവാനുള്ള സാധ്യതയില്ല. വീണ്ടും രണ്ടാമതൊരു മൃതദേഹം അടക്കാൻ വരുന്ന ഒരു കാലഘട്ടത്തിൽ, അതും 10 പതിറ്റാണ്ടുകൾക്ക് ശേഷം മാത്രമേ അപ്രകാരമുള്ളൂ. അപ്രകാരം നോക്കിയാലും ആരും ഇത് സംശയിക്കത്തില്ല. മുൻപേതോ കാലത്തിൽ ആരെയോ അടക്കിയതാവാമെന്ന് അവർ വിചാരിക്കും. മറ്റൊരു വിവാദങ്ങൾക്കൊന്നും സാധാരണഗതിയിൽ പോകില്ല. ഇത്തരം തലയോട്ടികളോ അസ്ഥികളോ കണ്ടാൽ സാധാരണഗതിയിൽ അവർ ചെയ്യുന്നത് എന്താണ്? ഒരു ചെറിയ കുഴി കുത്തി അതങ്ങിട്ട് മൂടും. അതിനുശേഷം മണലോ അറക്കപ്പൊടിയോ ഒക്കെ വിരിക്കും. അതല്ലെങ്കിൽ അതിൻ്റെ മണ്ടൽ ഒരു വെള്ളത്തുണിയും കൂടെ വിരിച്ചു കഴിഞ്ഞാൽ സംഗതി ക്ലിയർ. എന്നാൽ അതുകൊണ്ട് തന്നെ ഇത്തരം കല്ലറകൾ, ശ്മശാനങ്ങൾ പലതും ഒളിപ്പിക്കുവാനുള്ള ഒരു സ്ഥലം കൂടിയാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എല്ലാ സാധ്യതകളും ഇവിടെ ഉള്ളതുകൊണ്ട് കൃത്യമായ ഒരു സർവീലിയൻസ് സംവിധാനം ഇവിടെ ഉണ്ടാവണം. ഓരോ ഇടവകകളിൽ, പല പള്ളികളിലും ഇന്ന് പള്ളി പാഴ്സനേജിലോ പള്ളി പരിസരത്തോ ക്യാമറകൾ പോലുമില്ല. ഉറപ്പായും ഇത്തരം സ്ഥലങ്ങളിൽ ക്യാമറകൾ വേണം. അതിൻ്റെ ഒരു നിരീക്ഷണ സംവിധാനം ഉണ്ടാവണം. പോലീസും അതുപോലെ തന്നെ പോലീസ് ബീറ്റും ഈ കല്ലറകൾ അല്ലെങ്കിൽ ശ്മശാനങ്ങൾ കേന്ദ്രീകരിച്ചുണ്ടാവണം. ഇതുപോലെ പല ഇടവകളിലും അസ്വാഭാവികമായ പല മരണങ്ങളും പല കാര്യങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഒളിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും പുറലോകം അറിഞ്ഞിട്ടില്ല. അതൊക്കെ വലിയ വിവാദമാകാതിരിക്കാൻ വേണ്ടി പലതും ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന സത്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ സെമിത്തേരികളുടെ അല്ലെങ്കിൽ കല്ലറുകളുടെ മേളിൽ ഒരു നിയന്ത്രണം വേണം. അതുപോലെ ഇത്തരത്തിലുള്ള ഇതിൻ്റെ ഏറ്റവും വലിയ വിക്ടിം എന്ന് പറയുന്നത് വിശ്വാസ സമൂഹം തന്നെയാണ്. യാതൊരു മാനദണ്ഡവുമില്ലാതെ റേറ്റ് നിശ്ചയിച്ച്
പലതരത്തിലുള്ള കാറ്റഗറി വെച്ച് ഈ വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന ഈ കല്ലറ കച്ചവടത്തിനെതിരെ സർക്കാർ നിയമം കൊണ്ടുവരണം. ഒരു റെഗുലേറ്ററി ബോഡി ഇതിനകത്ത് ഉണ്ടാവണം. ഇതിനകത്ത് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ഞങ്ങളുടെ ഇടവകയായ ശ്രീകാര്യം പള്ളിയിൽ തന്നെ വിശ്വാസികൾ ഇടവക വികാരിക്കും മെത്രാനുമെതിരെ ഒരു വിഭാഗം വിശ്വാസികൾ പരാതി കൊടുത്ത് കേസ് കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുകയാണ്. കാരണം ഈ സെമിത്തേരിയുമായി ബന്ധപ്പെട്ട ചില തട്ടിപ്പുകൾ അതല്ലെങ്കിൽ ന്യായമല്ലാത്ത തരത്തിലുള്ള പ്രവൃത്തികൾ ഉണ്ടായതുകൊണ്ട് വിശ്വാസികൾ സംഘടിച്ച് പണം മുടക്കി കേസ് നടത്തുകയാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഈ കച്ചവടക്കാരന്മാരായ പാതിരിപ്പാമ്പുകളുടെയും ബിഷപ്പന്മാരുടെയും കൂടെ ദേശീയ ഗെയിംസിൽ കോടികൾ തട്ടിയ ഒരു കള്ളനായ കുള്ളൻ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അയാളുടെ പല തട്ടിപ്പുകളും ഇനി പുറത്തു വരാൻ കിടക്കുകയാണ്. ഇയാളെ പോലുള്ള ക്രിമിനൽ സംഘങ്ങളാണ് ഇത്തരം പാതിരിപ്പാമ്പുകൾക്കും ബിഷപ്പന്മാർക്കും ഒത്താശ ചെയ്ത് വിശ്വാസികളെ തമ്മിലടിപ്പിച്ച് ഇത്തരം കച്ചവടങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു നിയന്ത്രണം വേണം, റെഗുലേഷൻ വേണം. പിന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിൽ തന്നെ കഴിഞ്ഞ വർഷം 2025 മാൻ മിസ്സിംഗ് കേസുകൾ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 11,139 ആണ്. ഓർക്കുക, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം രജിസ്റ്റർ ചെയ്തേക്കുന്ന കേസുകൾ മാത്രമാണിത്. രജിസ്റ്റർ ചെയ്യാത്ത പല സംഭവങ്ങളുമുണ്ട്. ഒരു വർഷം തന്നെ ഇവിടുന്ന് മിസ്സിംഗ് ആയിരിക്കുന്നത് 11,139 ആണ്. അതുപോലെ 2024 മാൻ മിസ്സിംഗ് കേസുകൾ പോലീസ് റെക്കോർഡ്സ് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് 11,897 ആണ്. അപ്രകാരം കഴിഞ്ഞ ഒരു 10 വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 1,20,000-ഓളം പേർ കേരളത്തിൽ നിന്ന് തന്നെ മിസ്സിംഗ് ഉണ്ട്. ഇവരുടേക്കാണ് പോയിരിക്കുന്നത്. ഇതിലേതാണ്ട് 60% ക്രൈസ്തവ വിഭാഗങ്ങളുള്ള ആളുകളാണ്, സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ. അന്നേരം ഇത്തരത്തിലുള്ള ഒരു വലിയ മാൻ മിസ്സിംഗ് കേസുകൾ, പോലീസിന് പോലും ഒരു തുമ്പും കണ്ടെത്തുവാൻ സാധിക്കാത്ത നിരവധി കേസുകളുണ്ട്. അന്നേരം ഇതൊക്കെ ഒരു പരിധിവരെ നമുക്ക് ചുരുളഴിക്കണമെങ്കിൽ, നിഗൂഢതകൾ പുറത്തു വരണമെങ്കിൽ ഈ സെമിത്തേരികളുമായി ബന്ധപ്പെട്ട കല്ലറുകളുമായി ബന്ധപ്പെട്ട ഈ നിഗൂഢതകളിലേക്കൂടെ വെളിച്ചം വീശേണ്ടതായിട്ടുണ്ട്. ആരും ശ്രദ്ധിക്കപ്പെടാതെ എന്തെങ്കിലുമൊക്കെ ഒരു ദുരൂഹമരണമോ മിസ്സിങ്ങോ ഒക്കെ ഉണ്ടായാൽ നമ്മൾ എന്താണ് സാധാരണ ചെയ്യുന്നത്? ഓടിപ്പോയി അടുത്തുള്ള പൊട്ടക്കിണറിൽ നോക്കും, അല്ലെങ്കിൽ കായലിൽ നോക്കും, ആറ്റെങ്കിൽ നോക്കും, അതല്ലെങ്കിൽ ഇങ്ങനെ വിജനമായ സ്ഥലങ്ങളിൽ നോക്കും. ഒരാൾ പോലും കല്ലറുകൾ കേന്ദ്രീകരിച്ച് എന്തെങ്കിലും പരിശോധന നടത്തിയിട്ടുണ്ടോ? ഇല്ല. കാരണം അതാരും സംശയിക്കത്തില്ല. ഇതെല്ലാം എന്തോ ഒരു ഹോളിയാണ്, പരിശുദ്ധമാണ് എന്നൊക്കെ കരുതിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ അഭയ കേസിന് ശേഷം ആ കഴിഞ്ഞ ഈ 30 കൊല്ലത്തിനുള്ളിലാണ് നൈറ്റിയിട്ട ഈ പൈശാചികന്മാരുടെ യഥാർത്ഥ സ്വഭാവവും ഇവന്മാരുടെ മൃഗീയ വാസകങ്ങളും ഒക്കെ ജനങ്ങൾ മനസ്സിലാക്കുവാൻ തുടങ്ങിയത്. പ്രത്യേകിച്ച് i2i ന്യൂസിനെ പോലെയുള്ള ഞങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകരാണ് ഇവരുടെ ഈ തരികിടകൾ പുറത്തുവിടുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അടിയന്തരമായി ഇപ്പോൾ ഈ ജൂൺ 13-നുണ്ടായ ഈ വാണിയപ്പാറയിലുണ്ടായ ഈ ഒരു സംശയം അതിനുള്ള ഒരു അവസരമായി മാറട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നിരീക്ഷണം ഈ സെമിത്തേരികൾ അല്ലെങ്കിൽ കല്ലറകൾ കേന്ദ്രീകരിച്ച് ഉണ്ടാവണം. ഈ കല്ലറ മാഫിയകളെ നിയന്ത്രിക്കുവാനുള്ള റെഗുലേഷൻ അല്ലെങ്കിൽ നിയമം ഇവിടെ ഉണ്ടാവണം. ഈ കച്ചവടക്കാരായ ഈ പൗരോഹിത്യ വർഗത്തിന് ഒരു മൂക്കേറിടണം. ഇപ്പോൾ പൗരോഹിത്യ വർഗത്തിൽ മാത്രമല്ല, പെന്തക്കോസ് പ്രസ്ഥാനങ്ങളിൽ പോലും ഈ കല്ലറ സംബന്ധിച്ച, ശവോടക്ക് സംബന്ധിച്ച വലിയ കച്ചവട ലക്ഷ്യത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനൊക്കെ ഒരു നിയന്ത്രണം വേണം. അതിനുള്ള നാളുകൾ അതിക്രമിച്ചിരിക്കുന്നു. ഈ കണ്ണൂർ സംഭവം അതിനുള്ള ഒരു വഴിമരുന്നിടട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.